മലബാറിലെ ഓരോ മണ്ഡലങ്ങളും വളരെ പ്രത്യേകതയുള്ള മണ്ഡലങ്ങളാണ്. ഏറ്റവും അവസാനം പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമിനേഷൻ സമർപ്പിച്ചോ എന്നറിയാം. സലാം മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലാം, എല്ലാവർക്കും നോമിനേഷൻ സമർപ്പിക്കാൻ കഴിഞ്ഞോ എന്ന്? എത്ര നോമിനേഷൻ വന്നു? ദിനിഷ, അവസാനമായി PRT പുറത്തുവിട്ട കണക്ക് പ്രകാരം 39 പേരാണ് കോഴിക്കോട് ജില്ലയിൽ ഈ പത്രിക നൽകിയിരിക്കുന്നത്. ഇതിൽ 73 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഡെമ്മി സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റു സ്ഥാനാർത്ഥികളോടൊക്കെ തന്നെ പത്രിക ഉൾപ്പെടെ 73 സെറ്റ് പത്രികകളാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് നൽകിയതാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പത്രിക സമർപ്പിച്ചവർ, അതായത് PV അൻവർ, ബേപ്പൂരിലുള്ള UDF സ്ഥാനാർത്ഥി PV അൻവർ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ എത്തി 11 മണിക്കാണ് പത്രിക സമർപ്പിച്ചത്. മറ്റൊന്ന് കൊടുവള്ളിയിലെ UDF സ്ഥാനാർത്ഥി PK ഫിറോസ്, അതുപോലെ VK സജീവൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി, മറ്റൊന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ കൊയിലാണ്ടി താലൂക്ക് ഓഫീസിലെത്തി ഇന്ന് 12 മണിയോടുകൂടി തന്നെ പത്രിക സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ മുൻ മന്ത്രി AK ശശീന്ദ്രനും സിവിൽ സ്റ്റേഷനിലെത്തി 11 മണിയോടുകൂടി പത്രിക സമർപ്പിച്ചതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പണം എന്ന് പറയുന്നത്. മറ്റൊന്ന്, നേരത്തെ തന്നെ 39 പേര്, അതായത് ഈ മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ, അതായത് ഇന്ന് പത്രിക സമർപ്പിക്കാത്ത മറ്റുള്ളവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും അവസാനത്തെ വർക്കിംഗ് ഡേയിൽ തന്നെ പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ബാക്കിയുള്ളവർ കൂടി, അതായത് പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ള മറ്റുള്ളവർ കൂടി പത്രിക സമർപ്പണം പൂർത്തിയായതോടുകൂടി കോഴിക്കോട് ജില്ലയിലെ ചിത്രം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ചിത്രം തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾ UDF ഉം LDF ഉം തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന എല്ലാ നിയോജകമണ്ഡലങ്ങളിലും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതായത് LDF വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളായിരുന്നു ഇതൊക്കെ തന്നെ. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ചിത്രം ഏതാണ്ട് മറിഞ്ഞിരിക്കുകയാണ്. UDF കൂടി വിജയസാധ്യത വന്നിരിക്കുകയാണ്. UDF ഈ മണ്ഡലങ്ങളിലൊക്കെ, അതായത് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലും മറ്റു മേഖലയിലൊക്കെ തന്നെ, കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന വടകര, നാദാപുരം മേഖലയിലൊക്കെ തന്നെ വലിയ സ്വാധീനം UDF ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെയൊക്കെ തന്നെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലും വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതൊരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. ആ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ UDF ഭാഗത്തുനിന്നും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും LDF വലിയ പിന്തുണ നൽകിയിരുന്ന ഒരു ജില്ല ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ആ രീതിയിൽ വലിയ മത്സരം തന്നെ LDF ഉം UDF ഉം തമ്മിൽ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലാണ് പ്രചരണ പ്രവർത്തനങ്ങളായാലും അതോടൊപ്പം തന്നെ മറ്റു സ്ഥാനാർത്ഥികളുടെ മികവായാലും ആ രീതിയിലൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായൊരു പട്ടിക LDF ഉം UDF ഉം പുറത്തിറക്കിയിട്ടുണ്ട്. LDF ഭാഗത്തു നിന്നും സിറ്റിംഗ് MLA മാരാണ് കൂടുതലായി മത്സരിക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ, അതായത് കൊടുവള്ളി ഉൾപ്പെടെ അവർക്ക് ലഭിക്കാതിരുന്ന മണ്ഡലങ്ങളിൽ മാത്രമാണ് പുതുമുഖങ്ങളെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാദാപുരത്തും സിറ്റിംഗ് MLA മാറി CPIയുടെ P വസന്തം മത്സരിക്കുന്നുണ്ട്. ആ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് LDF പട്ടികയിലുള്ളതെങ്കിൽ UDF കുറെ കൂടി പുതുമുഖങ്ങളെയും അതോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ പട്ടിക പുറത്തിറക്കാൻ UDF ഏതായാലും മത്സരം കനക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടികയായാലും അതോടൊപ്പം തന്നെ പ്രചരണ പ്രവർത്തനങ്ങളായാലും. ഇനി വരും ദിവസങ്ങളിൽ താരപ്രചാരകരെത്തുന്ന ദിനങ്ങളാണ്. അടുത്ത ദിവസം തന്നെ 25-ാം തീയതി തന്നെ രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുന്നുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് ഒരു വമ്പിച്ച മഹാസമ്മേളനം വിളിച്ചു ചേർത്ത് അതിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായുള്ള പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ മറുപടികളായാലും ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമായുള്ള അതുപോലെയുള്ള ക്യാമ്പയിനുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും കോഴിക്കോട് എത്തുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി എത്തുമ്പോൾ കുറെ കൂടി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കോഴിക്കോട് ജില്ലയും അതോടൊപ്പം തന്നെ വടക്കൻ കേരളവും കടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിനീഷ, സലാം മുഹമ്മദാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണം അതിശക്തമാകുകയാണ്. വളരെ സജീവമായി എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് എത്തുന്നു. അതിനൊപ്പം തന്നെയാണ് താരപ്രചാരകരുടെ സാന്നിധ്യവും.